ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഡിസിഷൻ സയൻസിലെ റിവിഷൻ ക്ലാസ് ആണിത്. 2 മാർക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്കിപ്പ് ചെയ്യാണ്ട് എൻഡപ്പ് വരെയും കാണാൻ നോക്കുക. വെരി യൂസ്ഫുൾ ആയിരിക്കും. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്നാണ്. പിന്നെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് അനലൈസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ നെറ്റ്വർക്കിനും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടാവും, എൻഡിങ് പോയിൻ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ആരോ മാർക്ക് വെച്ചിട്ടായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെറ്റ്വർക്ക് അനലൈസിസിൽ നമ്മൾ വരയ്ക്കണ എക്സ്ട്രാ ആക്ടിവിറ്റി കണക്ട് ചെയ്യാൻ, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടൈം പെർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡിസിഷൻ തിയറി. പിന്നെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ ലോങ്ങസ്റ്റ് പാത്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ ലൈവ് ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അനലോഗ് മോഡൽ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ 3 മെത്തേഡ് നോക്കിയിരുന്നു. ലീസ്റ്റ് കോസ്റ്റ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, അതുപോലെ തന്നെ നമ്മൾ നോക്കിയത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയത്. പിന്നെ ഹെർവെക്സ് ആൽഫ ക്രൈറ്റീരിയ, അതിൽ ആൽഫ യൂസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് ഡിസിഷൻ ട്രീ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുക. നോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൊജാസ്റ്റിക് മോഡൽ എന്താണ്, LLP, മിനിമാക്സ് ക്രൈറ്റീരിയൻ, EOL, അതുപോലെ തന്നെ റിസ്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ വരുന്ന അൺസർട്ടനിറ്റി ഉണ്ടാവില്ല, അതിന് നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ഫേസ് ചെയ്യണം. അതാണ് റിസ്ക്. നമുക്ക് കോൺവേർട്സിലൊക്കെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഷെഡ്യൂളിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് നിങ്ങൾ ഇതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നോൺ നെഗറ്റിവിറ്റി ഇൻ LLP എന്ന് പറഞ്ഞാൽ കനോട്ട് ബി നെഗറ്റീവ്. പിന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വാരിയസ് ടൈപ്സ് ഓഫ് ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, നമ്മൾ കുറേ ഫ്ലോട്ട്സ് നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺസ്ട്രെയിൻസും അത് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ സാഡിൽ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, മിനിമാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമാക്സ്. പിന്നെ ഗെയിം തിയറി എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഹെഡ് ഈവൻ സ്ലാക്ക്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോങ്ങസ്റ്റ് പാത്ത്. ഒരു നെറ്റ്വർക്ക്, പ്രോജക്റ്റ് നെറ്റ്വർക്കിലെ ലോങ്ങസ്റ്റ് പാത്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നെയിം എനി 2 മെത്തേഡ് ഫൈൻഡിങ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡ് പഠിച്ചില്ല. അതിലേതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചേക്കണത്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റും. പിന്നെ ഗെയിം തിയറി നമ്മൾ കാൽക്കുലേറ്റ് ഇല്ല, ഗെയിം തിയറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ നോക്കിയിരുന്നു. ഗ്രാഫിക്കലി ആയിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് 2 മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് സീലിംഗ് ആയിരിക്കും. 35 മാർക്സ് ആയിരിക്കും, 30 മാർക്ക് ആയിരിക്കും മാക്സിമം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ടിൽ എൻഡ് വരെയും വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മെയിനായിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ്റെ 3 മെത്തേഡും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതായത് വോഗൽസ് അപ്രോക്സിമേഷൻ, ലീസ്റ്റ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ഈ 3 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ നോർത്ത് വെസ്റ്റും വോഗൽസുമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.